BMC പ്രസൻസ് ഗ്ലോറിയ 2025 ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശാന്തമായ ആ പുൽക്കൂടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശം നമുക്ക് നൽകിയത്. ഈ ക്രിസ്മസ് രാവിൽ നിങ്ങളുടെ ജീവിതത്തിലും ആ സമാധാനവും എളിമയും നിറയട്ടെ. നന്മയുടെ വെളിച്ചം എങ്ങും പരക്കട്ടെ. ഇന്ന് നമുക്ക് സന്ദേശം നൽകുന്നത് സെന്റ് ഗ്രിഗോറിയോസ് കനാനായ ചർച്ച് വികാരി ഫാദർ ജേക്കബ് ഫിലിപ്പ് നടയിലാണ്. അദ്ദേഹത്തെ എത്രയും സ്നേഹത്തോടെ സന്ദേശം നൽകാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനുഷ്യജാതിയുടെ പാപത്തിൽ നിന്നുള്ള പരിത്രാണനത്തിനായി മണ്ണിലേക്ക് അവതരിച്ച ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ പുണ്യ സുദിനങ്ങളാണ് ഈ അവസരം. പിതാവാം ദൈവത്തിൻ്റെ തിരുഹിതപ്രകാരം ആകാശം ചായ്ച്ചിറങ്ങി വന്ന വചനമാം ദൈവം ഭൂമിയിൽ അവതരിച്ച അനുഗ്രഹീതമായ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയുടെ ഈ പുണ്യനാളുകളിൽ തിരുജനനത്തിൻ്റെ അഥവാ ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും വിനയത്തോടെ നേരട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, യേശുതമ്പുരാൻ്റെ തന്നെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലുകളിൽ ഏറ്റവും പ്രാധാന്യമേറിയതായി തിരുവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒന്ന്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നുള്ളതാണ്. ലോകത്തിൻ്റെ പ്രകാശമായി ലോകത്തിലേക്ക് അവതരിച്ച പ്രകാശ സ്രോതസ്സായ യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ നല്ല സന്ദർഭങ്ങളിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചിന്ത ശകലങ്ങൾക്കായി കാതോർക്കാം. ജർമ്മനിയിലെ ലൂബക്ക് എന്ന് പറയുന്ന അതിപുരാതനമായ കത്തീഡ്രൽ പള്ളിയുടെ അൾത്താരയുടെ കിഴക്കുവശത്തെ ഭിത്തിമേൽ അതിമനോഹരമായി ചില കാര്യങ്ങൾ കോറിയിട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, യു കോൾ മീ ലൈറ്റ് ആൻഡ് സീക്ക് മീ നോട്ട്. എന്നെ പ്രകാശമെന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ പ്രകാശത്തിൽ നടക്കുന്നില്ല. യു കോൾ മീ മാസ്റ്റർ ആൻഡ് ഒബേ മീ നോട്ട്. നിങ്ങളെന്നെ യജമാനനെന്ന് വിളിക്കുന്നു, പക്ഷേ നിങ്ങളെന്നെ അനുസരിക്കുന്നില്ല. യു കോൾ മീ വേ ആൻഡ് വാക്ക് മീ നോട്ട്. വഴിയെന്ന് നിങ്ങളെന്നെ അഭിസംബോധന ചെയ്യുന്നു, എന്നാൽ ഞാനാകുന്ന വഴിയിലൂടെ നിങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല എന്നുള്ള ദീനരോധനങ്ങളാണ് അവിടെ കോറിയിട്ടിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസിൻ്റെ നാളിൽ ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ വിനയത്തോടെ അനുസ്മരിപ്പിക്കട്ടെ. യേശുതമ്പുരാൻ ഉത്ബോധിപ്പിക്കുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകണം, പ്രകാശമാകണം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണം. ഭാരതത്തിലെ ഋഷിവര്യന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപേ മലമടക്കുകളിലിരുന്നു കൊണ്ടും ഗുഹാന്തരങ്ങളിലിരുന്നു കൊണ്ടും പ്രാർത്ഥിച്ചു, തമസ്സോമ ജ്യോതിർഗമയ, അസതോമ സദ്ഗമയ, മൃത്യോമ അമൃതംഗമയ. അന്ധതയിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണേ, മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് നയിക്കണേ എന്നുള്ള ശ്രേഷ്ഠമായ പ്രാർത്ഥന നമുക്ക് അനുസ്മരിക്കാം. വെളിച്ചമേ നയിച്ചാലുമെന്നുള്ള അതിമനോഹരമായ പ്രാർത്ഥനാഗീതത്തിന് നമുക്ക് ചെവിയോർക്കാം.
അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ സ്വസ്നേഹികളായി, സ്വാർത്ഥമതികളായി, അന്ധകാരത്തോടും മരണനിഴലിനോടും പ്രതിബദ്ധത വച്ചു പുലർത്തിക്കൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഒരു വഴിമാറിയുള്ള യാത്രയ്ക്കായി ഒരുങ്ങേണ്ട സന്ദർഭമാണ് ഇതെന്ന് അനുസ്മരിപ്പിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നുള്ള അതിമനോഹരമായ ഉത്ബോധത്തിന് കാതോർക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളിൽ വസിക്കേണ്ടതിന്. നമുക്ക് ദൈവത്തെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് അവനെ നമ്മുടെ ഹൃദയങ്ങളിൽ വസിപ്പിച്ചുകൊണ്ട് ക്രിസ്തു മിസ്സായി പോകാതെ യഥാർത്ഥമായ ഒരു ക്രിസ്മസിൻ്റെ അനുഭവം, ദൈവത്തെ രുചിച്ചറിയുന്ന, പേറുന്ന, അനുഭവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ ഇടയാകട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒരു ക്രിസ്മസ് രാത്രിയിൽ ഒരു ദരിദ്രമായ ഒരു കുടുംബത്തിൽ ദേവാലയത്തിലെ ശുശ്രൂഷകളിലെല്ലാം സംബന്ധിച്ച് മടങ്ങി വന്ന് ഗൃഹനായകനും ഗൃഹനായികയും 3 മക്കളും ഒരുമിച്ച് ചേർന്ന് തീന്മേശയുടെ ചുറ്റും ഭക്ഷണത്തിനായിട്ടിരുന്നു. അതൊരു ക്രിസ്മസ് രാത്രിയായിരുന്നു. ഭക്ഷണത്തിന് അവർ ഒരുമിച്ചിരിക്കുമ്പോൾ, ആവി പറക്കുന്ന ഭക്ഷണം അവരുടെ മുൻപിലിരിക്കുമ്പോൾ, അവരുടെ പിതാവ് ഇപ്പോൾ കടന്നു വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഏറെ സമയം കാത്തിരുന്നു, മടങ്ങി വന്നില്ല. രാത്രിയുടെ യാമങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്നും കഴിക്കാതെ ഈ 3 മക്കളും ഭാര്യയും അവരുടെ കിടക്കയിലേക്ക് പോയി. മൂത്ത മകൻ 10 വയസ്സ് പ്രായമുള്ള ബാലൻ അവൻ്റെ അപ്പനെ തേടി വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവൻ നടന്നു നീങ്ങി. അവൻ മഞ്ഞ് പെയ്യുന്ന രാത്രിയായതുകൊണ്ട് അവൻ്റെ വീടിൻ്റെ മുറ്റത്തും ആ വഴിത്താരയിലും ആ മഞ്ഞിൽ അവൻ്റെ അപ്പൻ്റെ കാൽപ്പാടുകൾ കണ്ടു. ആ കാൽപ്പാടുകളിൽ ചവിട്ടി അവൻ ഏറെ ദൂരം നടന്നു. അവനൊരു സ്ഥാപനത്തിൽ നിന്നുള്ള വെളിച്ചം കണ്ടു. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ അപ്പനെ കണ്ടു. മദ്യപിച്ച് മതോന്മത്തനായി ഇരിക്കുന്ന അവൻ്റെ അപ്പനെ കണ്ട് നെഞ്ചുപൊട്ടി അവൻ കാത്തിരുന്നു. അവൻ്റെ അപ്പൻ ഇറങ്ങി വന്നു. അപ്പനെയും വഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ആ രാത്രി അവരൊന്നും കഴിച്ചില്ല, ഒന്നും സംസാരിച്ചില്ല. രാവിലെ അപ്പൻ മകനോട് ഹൃദയഭേദകമായ ഒരു ചോദ്യം, മോനെ, നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചു? ഈ മോൻ പറഞ്ഞു, അപ്പാ, അപ്പൻ്റെ കാൽപ്പാടുകളിൽ ചവിട്ടിയാണ് ഞാൻ മുന്നോട്ട് നടന്നത്. അപ്പൻ്റെ കാൽപ്പാടുകളായിരുന്നു എനിക്ക് വഴികാട്ടിയായി കാണിച്ചു തന്നത്. അപ്പന് കാര്യം ബോധ്യമായി. മകൻ്റെ ശിരസിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോനെ, ഇനിയും എൻ്റെ കാൽപ്പാടുകൾ അമ്മാതിരിയുള്ള സ്ഥാപനങ്ങളിലേക്കായിരിക്കുകയില്ലെന്ന് ദൃഢപ്രതിജ്ഞ നടത്തുകയാണ്. അനുഗ്രഹീതരെ, പ്രിയപ്പെട്ടവരെ, ജീവിതയാത്രക്കാരാ, നിന്റെ കാലടികൾ എങ്ങോട്ട്? അന്ധകാരത്തിലേക്കോ മരണത്തിലേക്കോ ജീവനിലേക്കോ? ഒരു വഴിമാറി യാത്ര ചെയ്യുന്ന അനുഭവം ഈ ക്രിസ്മസ് നാളുകളിൽ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. എഴുന്നേറ്റ് പ്രകാശിക്കാം. നല്ല വഴികളിലൂടെ നടക്കാം. ദൈവത്തിൻ്റെ പ്രകാശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രകാശത്തിൻ്റെ വക്താക്കളായി അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ പ്രകാശത്തിൻ്റെ സ്രോതസ്സുകളായി മാറാൻ തക്കവണ്ണം ക്രിസ്തുവെന്ന പ്രകാശത്തെ ഈ ക്രിസ്മസ് നാളിൽ വഹിച്ചുകൊണ്ട്, അവനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഒരു പുതുക്കത്തിൻ്റെ നല്ല ശമരിയക്കാരനായി തീർന്ന് എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ വക്താക്കളായി, പ്രകാശ സ്രോതസ്സുകളായി മാറാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക. അതാണ് ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ പുണ്യദിനത്തിൽ ബലഹീനനായ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. ഏവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങളും ആശംസകളും നേരുന്നതോടൊപ്പം BMC ഒരുക്കുന്ന ഗ്ലോറിയ 25-ന് പ്രാർത്ഥന ആശംസകൾ വിനയത്തോടെ നേരുന്നു. സംഭവബഹുലമായ ഒരു വർഷം പര്യവസാനിച്ച് പുതുപുത്തൻ ആശയങ്ങളും പുതുപുത്തൻ തീരുമാനങ്ങളുമായി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ പൗരദ്വീപിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സമ്പൽ സമൃദ്ധി നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ ഒരു പുതുവത്സരം കൂടെ വിനയത്തോടെ ആശംസിക്കുന്നു. ക്രിസ്മസ് പുതുവത്സര ആശംസകൾ സർവേശ്വരൻ
ഏവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായ ഒരു സന്ദേശം നമ്മൾക്കായി പങ്കുവച്ച ബഹുമാനപ്പെട്ട ഫാദർ ജേക്കബ് നടയിലച്ചന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഷിനോയ് പുളിക്കൻ.